ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടാ. 2 days or 3 days ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ആകെ അലങ്കോലായി കിടക്കുകയാണ്. ഞാൻ അലങ്കോലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാരണം വെച്ചാൽ നമുക്ക് പാക്ക് ചെയ്യാണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. എനിക്ക് വേറെ സ്ഥലത്ത് ജോബ് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങൾ എനിക്ക് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടിലാണ് ഞാൻ. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു വ്ളോഗ് എടുക്കാം. ചിലപ്പോൾ അത് ഈ ഹോസ്റ്റലത്തെ ലാസ്റ്റ് വ്ളോഗാണ് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഡീറ്റെയിൽ വ്ളോഗ് എടുക്കണം. ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമായിരിക്കും എനിക്ക് ലൈഫിൽ. അപ്പോൾ എനിക്ക് എന്തായാലും വ്ളോഗ് എടുത്തേ പറ്റുള്ളൂ വെച്ചിട്ട് ഞാൻ ഒരു വ്ളോഗ് എടുക്കാതെ വെച്ചിട്ട് രാവിലെ തന്നെ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങളുടെ വീഡിയോയിലൊക്കെ കാണാറില്ല, ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമൊക്കെ നല്ല സെറ്റാക്കി വെച്ചിരുന്നു. ഇപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ വലിച്ച് വാരിയിട്ടുണ്ട്. എല്ലാം ഓരോരോ ബാഗിലാക്കി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പാക്കിങ്ങിലാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തോ ഉള്ളിൽ ഇങ്ങനെ ഒരു പെടപെട എന്തോ ഒരു സങ്കടം കേട്ടോ. കാരണം വെച്ചാൽ 3 കൊല്ലത്തിനടുത്ത ഈ ഹോസ്റ്റലിൽ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അറിയില്ല, ഞാൻ റൂമൊക്കെ അത്രയും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചുള്ള സെറ്റാക്കി വെച്ചിട്ടുള്ള റൂമൊക്കെ. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സങ്കടം. ഇപ്പോഴാണെങ്കിൽ എൻ്റെ റൂംമേറ്റ് ഒന്നും ഇല്ല കേട്ടോ അവിടെ. വേറെ ഹോസ്റ്റലിലേക്കൊക്കെ മാറണം. ഇനി അവിടെ എന്താ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് സാധനങ്ങൾ മാറ്റണം. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും, ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇന്ന് മാറ്റണം. നമുക്ക് ഏത് സെറ്റ് ചെയ്യാതെ പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. മുന്നേ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഈ ടൈം ആകുമ്പോഴേക്ക് വെക്കേറ്റ് ചെയ്തത്. പക്ഷെ ഇത്രയും പെട്ടെന്നാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഡേറ്റ് കൺഫേം ആയിട്ടില്ലായിരുന്നു. എങ്ങനെ പാക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ അധികം ബാഗും കാര്യങ്ങളും ഒന്നുമില്ല. എങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയില്ല. കുറച്ച് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ബാഗോ കവേഴ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരണം. എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ. ഇതിനുള്ളിൽ ഇത്ര സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങൾ അതിനുള്ളിൽ. പിന്നെതാ ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിട്ടിരിക്കുമ്പോഴും എനിക്ക് സന്തോഷമൊക്കെ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു നാട്ടിക ബീച്ചുണ്ട് തൃശ്ശൂർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ. പക്ഷെ എനിക്ക് അതിനുള്ള അവസരം കിട്ടാറില്ല. അവിടെ തൃശ്ശൂരൊക്കെ വന്ന് സ്വന്തമായൊക്കെ ഏൺ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എടുത്താണ്. ലാസ്റ്റ് ഡേ പോയപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ. ഇന്ന് കടൽ വെള്ളമാണ്. പിന്നെ കുറച്ച് ചിപ്പി സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബോട്ടിൽ വെച്ചത്. ഞങ്ങൾ ജ്യൂസ് കുടിച്ച ബോട്ടിലാട്ടത്. അപ്പോൾ ബോട്ടിൽ ആക്കി വെച്ചതാണ്. ഇത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കേട്ടോ. ഇതാണ് എൻ്റെ വല്യമ്മ. വല്യമ്മ മരിച്ചതിന് ശേഷം ഞാൻ കുറേ വട്ടം ബീച്ചിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ബീച്ചിലായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന സ്ഥലം കടൽ കാണാമെന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിക ബീച്ചിലേക്ക് കേട്ടോ എപ്പോഴും പോവാറ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ ഇനിയിപ്പോൾ തൃശ്ശൂർക്ക് വരുമോ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഡേ ഞാൻ പോയപ്പോൾ എടുത്തത് കേട്ടോ ഈ ഒരു ബോട്ടിൽ കടൽ വെള്ളം. പിന്നെ കുറച്ച് ചിപ്പി സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ പോയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തുണ്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര വലിയ ഓർമ്മയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടൽ കണ്ടിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നായിരിക്കും കേട്ടോ. ഞാൻ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് കടൽ ഇത്രത്തോളം ഇത്രത്തോളം എൻജോയ് ചെയ്ത് വന്നിട്ടുള്ളത്. എൻ്റെ ഇൻസ്റ്റ ആയിക്കോട്ടെ എവിടെ നോക്കിയാലും എനിക്ക് കടലിൽ പോയിട്ടുള്ള ഫോട്ടോസും കാണാനൊക്കെ കാണാം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതാണ് പറയാം. അവിടെ എത്തുമ്പോൾ എന്തോ എൻ്റെ വല്യമ്മേനൊക്കെ ഇങ്ങനെ ഓർത്ത് ഞാൻ അവിടെ ഇങ്ങനെ പോയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തത് കേട്ടോ ഈ വെള്ളം. അതിങ്ങി പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്. ഇനി എവിടുന്ന് തുടങ്ങണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് കിടന്ന് മൊത്തം പാക്ക് ചെയ്യണം. എനിക്ക് മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ അവിടെ കരഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. വല്യമ്മേന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഈ റൂം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനെ കരഞ്ഞിരുന്ന സ്ഥലമാട്ടോ ഇത്. ഇവിടെ ഞാൻ എത്രത്തോളം കരഞ്ഞിരുന്നിട്ടുണ്ട് അറിയാം. എൻ്റെ വല്യമ്മ മരിച്ച സമയത്ത് ഞാൻ റൂമിൽ കുറച്ച് ദിവസമൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ എന്താ പറയാ കരഞ്ഞ് ജോലിക്ക് കുറച്ച് ദിവസമൊക്കെ പോവാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കരഞ്ഞ് അത്രയും ഡിപ്രഷൻ സ്റ്റേജിൽ അനുഭവിച്ചുള്ള സ്ഥലമാട്ടത്. അപ്പൊ എനിക്ക് ഈ കോർണറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരാം. അതുകൊണ്ട് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഞാൻ. എനിക്ക് എന്താ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാം. ഞാൻ ഇത്രയും നാൾ നിന്നിട്ടുള്ള റൂമാണ്. ഹോസ്റ്റലിലൊക്കെ നമ്മൾ കുറേ നാൾ നിന്ന് പെട്ടെന്ന് പോലെ ഭയങ്കര സങ്കടമല്ലേ. അപ്പം എനിക്കെന്തോ ഭയങ്കര ഒരു
ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള റൂമാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളോടും കാണിക്കണം തോന്നി. എനിക്ക് ഹോസ്റ്റൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും പറയട്ടെ ഹോസ്റ്റലിൽ വന്ന് നിൽക്കണം. ഈ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാട്ടോ നമുക്ക് ഹോസ്റ്റലിൽ വന്ന് നിന്നിട്ട് അയ്യോ എങ്ങനെ പോവുക അങ്ങനത്തെ ഒരു ചിന്ത വരാം. ഇനി എന്റെ നിവ് വരും, അവള് വന്നിട്ടാണ് ബാക്കി. അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ പോകുന്നത്. പിന്നെ നിവും ആലിയൊക്കെ വീട്ടിലേക്ക് പോയതാണ്. അവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കടെ. അതുകൊണ്ട് മിസ് ചെയ്യും, നല്ല മിസ് ചെയ്യും. ഈ കോർണർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയില്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ പാവക്കുട്ടികൾ ഐറ്റംസ് ഒക്കെ അല്ലേ, ഡോൾസ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഇവിടെ നിന്ന് മാറ്റണം, നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ. ഞാൻ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ ഓരോന്ന് കളക്ട് ചെയ്യും. എനിക്ക് വീട്ടിലുണ്ടോ ഇതുപോലത്തെ ഒരു കോർണർ, പാവക്കുട്ടികളുടേതായിട്ടുള്ള സെക്ഷൻ. എനിക്ക് അനിയന്മാർ വാങ്ങിത്തരും, അമ്മ അച്ഛനും ഒക്കെ വാങ്ങിത്തരും, ഫ്രണ്ട്സ് വാങ്ങിത്തരും. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പാവക്കുട്ടികളൊക്കെ. അപ്പൊ ഈ ഹോസ്റ്റൽ റൂമിലും അതുപോലത്തെ ഒരു കോർണർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊക്കെ മാറ്റണം, എല്ലാം സെറ്റ് ചെയ്ത് മാറ്റണം. അപ്പൊ ഞാൻ വയ്ക്കുന്ന എന്തെങ്കിലും ഒരു ബാഗ് എന്തെങ്കിലേക്ക് മാറ്റാം. ഈ ഡോൾസിനെ മാത്രമായിട്ട് മാറ്റാം. അതാകുമ്പോൾ ഇവർക്ക് മാത്രം പൊടികൾ അങ്ങനെ സംഭവങ്ങളൊന്നും ആവില്ല. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഡോൾസിനൊക്കെ ഞാനൊരു ബാഗിലാക്കിട്ടോ. പിന്നെ ടേബിളിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ഈ ഫോം ബോർഡൊക്കെ വെച്ച് ഒട്ടിച്ചതാണ് കേട്ടോ. ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഷെൽഫ് പോലെ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അതിന് അത്രയും വെയിറ്റ് താങ്ങുന്നില്ല, കാരണം അത് 3 mm എത്രയാണ് ഫോം ബോർഡ് വരുന്നത്. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അതൊരു സ്റ്റാൻഡ് പോലെ അവിടെ വെച്ചതാണ്. പിന്നെ അതിന് തൊട്ട് താഴെയുള്ളതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഓർഗനൈസറിൻ്റെ ഒക്കെ സ്റ്റാൻഡും കാര്യങ്ങളായിട്ടോ. അപ്പം നമുക്ക് ഇത് ആദ്യം മാറ്റി വെക്കാം, ഇതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ റൂമൊക്കെ എനിക്ക് ഭയങ്കര നീറ്റാക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം ഞാൻ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും ഈ ഫോം ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. പക്ഷേ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിൽ നമുക്ക് വേഗം എടുക്കും ചെയ്യാം കേട്ടോ. മീൻസ് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ മറ്റേ ഫ്ലെക്സ് കുക്ക് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇത് പിന്നെ എൻ്റെ വേറെ ബാഗ്, എൻ്റെ വല്യമ്മേൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിരുന്ന ബാഗ് കേട്ടോ. ഒരു മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, ഞാനത് റെസിനായിട്ട് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതായിരുന്നു. അതും പിന്നെ ഒരു ബോക്സ് ഒക്കെ ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഇനി അത് നമുക്ക് വേറൊരു ബാഗിലേക്ക് മാറ്റാം. ഞാൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഇതൊക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു ഓർഗനൈസറിൻ്റെ ഉള്ളിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതാണ് കേട്ടോ വേറെ ഒരു ബോക്സ്, അത് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഒരുമിച്ച് വെക്കാൻ വിചാരിച്ചു. ആ ഒരു ചെറിയ ബോക്സിൻ്റെ അത് തുരുമ്പ് പിടിച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ബോക്സും കൂടി നമുക്ക് അതിൽ ഇറക്കി വെക്കാം, എന്നിട്ട് ഒന്നിച്ച് വെക്കാം. അപ്പോൾ എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് മാറ്റാമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ കുറേ ഹെയർ ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ടിന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു, അത് വേഗം പോയി വാങ്ങിയിട്ടാ. ഇതാണ് നമ്മുടെ റൂം കേട്ടോ, 28. ഇതാണ് നമ്മുടെ റൂം. ഇത് വരാന്ത. ഈ റൂമിൻ്റെ കോല ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് കേട്ടോ അവസ്ഥ. നമ്മുടെ റൂമിൻ്റെ എല്ലാം ഫുള്ള് പാക്ക് ചെയ്യണം. ഇനി ബാഗൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. കണ്ട ഇത്രയും സാധനങ്ങളുണ്ട്, ഫുൾ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. സാധനങ്ങൾ ഒതുക്കുന്നതിനിടയിൽ ഞാനൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട്, നമ്മൾ ഇൻസ്റ്റാമാർട്ടിന് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഈ ഓർഗനൈസർ, ആ കോർണർ ഉണ്ടായിരുന്ന ഓർഗനൈസർ ഇല്ലേ, അതാണ് ഇട്ടത്. നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. കാരണം ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിരുന്നത്. കണ്ട അവിടെ താഴെയുള്ള സാധനങ്ങൾ പിന്നെ മുകളിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഓർഗനൈസർ പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഓർഗനൈസറും അന്ന് നല്ല അഫോർഡബിൾ റേറ്റിലായിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ കൊള്ളൂട്ടോ, ഞാൻ വെറുതെ പറയില്ല. എൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഇതിനുള്ള വെച്ചത്. കുറേ ക്രാഫ്റ്റ് ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ഇതിനുള്ള വെച്ചത്. അതും പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുത്തിട്ട് നമുക്ക് എവിടേക്കും കൊണ്ടുപോകണമെങ്കിലൊക്കെ കൊണ്ടുപോകാനൊക്കെ സുഖാട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. സൂപ്പർ സാധനമാണ്, എന്തായാലും വാങ്ങി നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കണമൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാ. എന്തായാലും രാവിലെ മുതൽ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ രീതിയിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്തിയൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് ഞാൻ എപ്പോഴും അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കാറൊന്നുമില്ല, ഹോസ്റ്റലിലത്തെ ഫുഡ് തന്നെ കഴിക്കാറുള്ളത്. ഇടയ്ക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും സാധനങ്ങളൊക്കെ കുറേ ഒതുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് സൂപ്പർ ആയിക്കോട്ടെ വെച്ച് ഞാനിതാ മന്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെരി അൽഫാമാട്ട. പാക്കിംഗ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിൽ വന്നാട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇയറിങ്സ് ഒക്കെ വാങ്ങി. എന്തിനുള്ളതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടുന്ന് കമ്മലൊക്കെ വാങ്ങി, നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കമ്മൽ വാങ്ങി, പിന്നെ നമ്മൾ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് ബാഗ് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ഒന്ന് അലഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഫുട്പാത്തിൽ കുറേ കച്ചവടക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നാട്ടോ വാങ്ങിയത്. നല്ല അഫോർഡബിൾ രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ ആർക്കെങ്കിലും ഹോസ്റ്റലിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാവും ഏറ്റവും നല്ലത്. ബാക്കി സ്ഥലത്തൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഇവിടുന്ന് 100 രൂപയ്ക്ക്
കേട്ടോ ഒരു ബാഗ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ പാക്കിങ്ങിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് ബാഗ് ഞാൻ അവിടുന്ന് വാങ്ങി. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു പൈസ കൊടുക്കുന്നത് നമുക്ക് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. മുനിസിപ്പൽ സ്റ്റാൻഡിന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോകാൻ വിചാരിച്ചാണ്. പക്ഷേ അവിടെ റോഡ് പണി ആയതുകൊണ്ട് ഓട്ടോ ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. അവർ എലൈറ്റിൻ്റെ അവിടെ മാത്രമേ നിർത്തിയിരുന്നുള്ളൂ. അങ്ങനെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഞാനിതാ കളർ പെൻസിലും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് എനിക്ക് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരട്ടാ എന്തിനുള്ളതാണെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് എനിക്ക് കേക്ക് കഴിക്കാൻ ആഗ്രഹം വന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് കേക്കും വാങ്ങണം. അപ്പോൾ ഞാൻ ഇവിടെ എലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഇവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്നൊരു കേക്കും വാങ്ങാം, പിന്നെ വെള്ളം വാങ്ങാനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹോസ്റ്റലിൽ പോകാൻ വിചാരിച്ചു. ഷോപ്പിൽ ഞാനൊരു കേക്ക് കണ്ടു, എന്നിട്ട് ഞാനത് വാങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹം മൂത്ത് എലൈറ്റിൽ നിന്ന് ഒരു കേക്ക് വാങ്ങിയതാണ്. പക്ഷെ ആ കേക്ക് കേടാണ്, ടേസ്റ്റേ വേറൊരു രീതിയിലായിട്ട്. അതിന് മുകളിൽ ആ ക്രീമൊക്കെ ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ പുറത്ത് പോയി വന്നിട്ടുള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നു. കുറേ നടന്നിട്ട് എനിക്ക് പാക്കിങ്ങിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് ബാഗും കാര്യങ്ങളൊക്കെ കിട്ടി. ആകെ വിയർത്തൊലിച്ച് നിൽക്കുകയാണ് ഞാനിവിടെ. കുറച്ചേരം ഞാൻ അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് എനിക്ക് ബാഗ് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 2-3-4 ബാഗ് ഞാൻ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാൻ പോവാണല്ലോ, അപ്പോൾ നിവുനും ആലുവിനും കൊടുക്കാനല്ല ഒരു ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബോക്സിലാക്കി വെക്കണം കേട്ടോ. ഇനി കുറേ ദിവസം അവരൊപ്പം നിന്നാണ്. ഫസ്റ്റ് നിവു കേട്ടോ ഈ റൂമിലേക്ക് വന്നത്. ഞാൻ കുറേ നാൾ ഒറ്റയ്ക്കായിരുന്നു ഈ റൂമിൽ. പിന്നെ ഫസ്റ്റ് നിവു വന്നപ്പോൾ ഭയങ്കര കൂട്ടായിട്ട് ഞാൻ നിവു ഭയങ്കര കൂട്ടാന്നാൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് എന്തോ അവളോട് ഷെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു സിസ്റ്ററിനെ കിട്ടിയ പോലെ ഒരു ഫീൽ ചെയ്യുന്നത്. നല്ല കോമഡി ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ്. ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ട്. ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് നല്ല രസമാണ്, നല്ല വൈബാണ് നിവുവിൻ്റെ ആയിട്ട്. പിന്നെ വന്നതാണ് ആലിയ. അപ്പം അവളായിട്ട് ഞാൻ കമ്പനിയാണ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും എന്തെങ്കിലും ഗിഫ്റ്റും എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ എന്ത് കൊടുത്താലും മതിയാവില്ല, പക്ഷെ ഇപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താ പിന്നെ അങ്ങനെ ഞങ്ങൾ 3 പേരും ഭയങ്കര രസമായിട്ട് രാത്രി ഞങ്ങൾ മൂവീസൊക്കെ കാണും. നല്ല രസമായിരുന്നു. മിസ് ചെയ്യും, എനിക്ക് അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് നേരം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ എനിക്കിതാ ഇഷ്ടംപോലെ സാധന സാമഗ്രികൾ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ലേ, എല്ലാം ബെഡിൽ വലിച്ചു വാരിട്ടതാണ്. അതെല്ലാം പാക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ അപ്പം അതൊക്കെ പോയിട്ട് സെറ്റ് ചെയ്യട്ടെ. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് പോകും. ഫ്രണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സിനൊന്നും ഇനി കാണാൻ പറ്റൂല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടിട്ട് പോവാന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പു, അവന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് ഹോസ്റ്റലിലേക്ക് വരണം. അപ്പോൾ ഫസ്റ്റ് പോയിട്ട് ഞാൻ പാക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ബാഗ് വാങ്ങിയതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ ഒതുക്കിയതിനു ശേഷം പിന്നെ ഞാൻ വീണ്ടും പുറത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒപ്പം ജസ്റ്റ് ഇതാ ഒന്ന് എക്സിബിഷനൊക്കെ കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ അപ്പോൾ 3ാമത്തെ ആയിട്ടാണ് എക്സിബിഷന് പോണത്. അപ്പോൾ വീണ്ടും അവനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇനി ഇവിടുന്ന് പോയാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു എന്തായാലും പോവാന്ന് ജസ്റ്റ്. അപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോയിട്ടോ. സമയം ഗൈസ് 1:45. നല്ല ഉറക്കം വേണ്ട. പക്ഷെ ഇതൊക്കെ പാക്ക് ചെയ്യണം. കണ്ടോ അത്രയും സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാനുള്ളതാ. ഈ താഴെ കിടന്നൊക്കെ വേസ്റ്റ് കത്തിക്കാൻ കൊണ്ടുപോകാനുള്ള. നാളെ രാവിലെ പോയിട്ട് ഒക്കെ കത്തിക്കണം. പിന്നെ ഫുഡ് കഴിച്ചതൊക്കെ ഇവിടെ ഉണ്ട്. ആകെ 10 വലങ്കോലായി കിടക്കാണ്. ഇന്ന് ഞാൻ ഈ ബെഡിലായിട്ടാണ് കിടക്കുന്നത്. അവിടെ ഫുള്ള് നിറഞ്ഞുകൊണ്ട് കിടക്കാൻ വേറെ സ്ഥലമില്ല. 1:45 സമയം. ഇപ്പോഴും ഞാൻ ഫുള്ള് അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കും. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നിട്ട്. അത്രയും നമ്മൾ സാധനങ്ങളുണ്ട്. നിങ്ങളെന്നെ കണ്ട് മനസ്സിലായില്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം ക്രാഫ്റ്റിൻ്റെ ഒക്കെ സാധനങ്ങളായിട്ട് നമുക്ക് പാക്കിങ് മെറ്റീരിയൽസും പിന്നെ ഒരുപാട് ഈ ഫ്രെയിംസും ബോക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ബാക്ക് സൈഡിൽ കണ്ട അത്രയും സാധനങ്ങളുണ്ട്. ഇനിയും കുറച്ചുകൂടി പാക്ക് ചെയ്യാണ്ട്. അപ്പം ബാഗ് എനിക്കൊന്നും സെറ്റായില്ല. അപ്പം എനിക്ക് ഒരു ബാഗ് നാളെ ഇനി വാങ്ങണം. പിന്നെ ഞാൻ ഇന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഞാൻ കാണിച്ചു തന്നല്ലേ കേക്ക് കേട് വന്നു. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു,
ലൈറ്റിന്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തു. അവർ എന്നോട് ബില്ലും കേക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം കൊണ്ടുകൊടുത്തു. അപ്പൊ അവര് നല്ല സ്വഭാവമായിട്ടാ, നല്ല രീതിയിൽ തന്നെ പെരുമാറി. അവര് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് എനിക്ക് റീഫണ്ട് ചെയ്തു കേട്ടോ. ക്യാഷ് വിളിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞിരുന്നു അത് കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരാന്ന്. അപ്പോ ചെന്നപ്പോ തന്നെ അവരത് റീഫണ്ട് ഒക്കെ ചെയ്തു തന്നെ. സൂപ്പർല്ലേ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഫുൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നാളെ ബാക്കി പാക്കിംഗ് ഉണ്ട്. നാളത്തെ വ്ളോഗ് 2 ദിവസത്തെ വ്ളോഗായിട്ടാണ് ഞാൻ ഇത് ഇടാൻ വിചാരിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വ്ളോഗായിരിക്കും. കുറെ ദിവസത്തിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലെ ഞാൻ വ്ളോഗ് നിർത്തി വേഗം പോയി കിടന്നുറങ്ങിട്ടാ. എന്നിട്ട് പിന്നെ രാവിലെ ജസ്റ്റ് റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കാന്. ഒരുപാട് ലഗേജ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനിയും പാക്ക് ചെയ്യാനുണ്ട് എനിക്ക്. ഇത് തീരണില്ല, അത്രയ്ക്കുണ്ട് സാധനങ്ങള്. അപ്പോൾ എനിക്ക് ബാഗ് തികയുന്നില്ലായിരുന്നു. ഞാൻ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ബാഗൊക്കെ വാങ്ങി ഇപ്പൊ റൂമിൽ വന്ന്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിവൂനും ആലിയക്കൊക്കെ ഗിഫ്റ്റ്, ഒരു ചെറിയ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വാങ്ങിയിട്ടുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിയത് എന്താന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ചെറിയ സംഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അവരെ ഹാപ്പി ആക്കണം തോന്നി. അപ്പോൾ ഒരു ചെറിയ സംഭവം ഒരാൾക്കും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ചേച്ചിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാവും ചേച്ചീനെ, ശ്യാമള ചേച്ചി പറയില്ലേ, എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ശ്യാമള ചേച്ചീനെ. നല്ല അടിപൊളി സ്വഭാവമാണ്, നല്ല ചേച്ചിയാണ്, അടിപൊളിയാണ്. അപ്പം ചേച്ചിക്കും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബിന്നിയാണ് കേട്ടോ ഇവിടെ, എൻ്റെ ഇവിടുത്തെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട് തന്നെയാണ് ബിന്യ, ആലിയ, ഞാന്, നിവു. ഞങ്ങൾ 4 പേരും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ആലിയക്കും നിവുനും ബിന്നിക്കും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ആക്കാനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ അത് പാക്ക് ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ സാധനങ്ങൾ ഇത് അവിടെ ഇഷ്ടംപോലെ പാക്ക് ചെയ്യാണ്ട് അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇന്നലെ വെക്കേറ്റ് ചെയ്യണ വിചാരിച്ചെന്ന് നടന്നില്ല. ഇന്ന് വെക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്നിട്ട് നാളെ പോവുള്ളൂ. നാളെയാണ് എല്ലാം പാക്കേജ് സെറ്റ് ആക്കിയിട്ട് നാളെ പോവുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കും. ഇന്ന് നിവും മാലിയൊക്കെ വരും റൂമിക്ക്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ. അപ്പൊ ഞാൻ പോയിട്ട് എല്ലാം സെറ്റ് ആക്കട്ടെ. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതാട്ടോ. എല്ലാം കൊണ്ടുപോകാനുള്ളതാണ്. കണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ പിന്നെ കളയാനുള്ളതാണ്. ആ സൈഡിലൊക്കെ കളയാനുള്ളതാണ്. ഇത് ഞാനിന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാട്ടോ ബാഗ്. ഇത് ഇങ്ങനത്തെ ഇപ്പോൾ ഒരു 3 ബാഗ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് 4, 5 ബാഗ് വാങ്ങി മൊത്തം ഞാൻ. ഇത് ഒന്നിന് 100 രൂപയാണ്. അപ്പൊ ഞാൻ നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിലുള്ള ഫുട്പാത്ത് ഇല്ല, അവിടെ പോയപ്പോൾ വാങ്ങിയതാട്ടാ. എനിക്ക് കുഴപ്പമില്ല, പൈസക്കുള്ളതുണ്ട് സംഭവം. അത്യാവശ്യം സാധനങ്ങൾ കൊള്ളൂട്ടോ. അതാ ഇതേ വലിപ്പം തന്നെ കേട്ടോ ആ ബാഗിനും. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇതിലെല്ലാം പാക്ക് ചെയ്ത് വെക്കട്ടെ. ഇത് ആലിയ കിടക്കുന്ന കട്ടിലാണ്. ഇതിൻ്റെത് അതായിരുന്നു. ഇത് നിവുന്റെ. ഇപ്പൊ എല്ലാം അലങ്കോലം കഴിഞ്ഞ് അവർ ഒരുമയ്ക്ക് ഫുൾ സെറ്റാക്കി വെക്കാം. ഈ പാക്കിങ്ങിനിടയിൽ ഒരു കാര്യം ഞാൻ മറന്നു പോകും വിചാരിച്ചുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് പാക്കിംഗ് ആണ്. 3 ഗിഫ്റ്റ് ഉണ്ടാവും. ബിന്നുവിനും ആലുമയ്ക്കും പിന്നെ നിവുവിനും കൊടുക്കാനുള്ള 3 പേർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യാണ്. കുഞ്ഞൊരു പൗച്ചാണ് ഇത്. കുറേ ദിവസം മുന്നേ ഞാൻ വാങ്ങിയപ്പോൾ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഇനി ലിനു വാങ്ങുകയാണെങ്കിൽ എനിക്ക് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ തന്നെ വേഗം വാങ്ങിയതാണ് കേട്ടത്. പിന്നെ ഇങ്ങനെ അല്ലറച്ചില്ല. ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചില്ല ഇയറിങ്സ് എടുക്കുന്ന. അപ്പോൾ അവിടുന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയത്. അത് ചോക്ലേറ്റ്, സ്ക്രഞ്ചീസ്. പിന്നെ അവളെ അനിയത്തിണ്ട് കേട്ടോ, ഉണ്ണി. അപ്പോൾ അവൾക്കുള്ളൊരു ക്ലിപ്പും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബർത്ത്ഡേക്ക് അവൾക്കൊരു ബർത്ത്ഡേക്ക് ഞാൻ അവൾക്കൊരു കളർ ബുക്ക് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതിൽ വേറെ പെയിന്റ് സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് അതിലേക്കുള്ള സംഭവം കേട്ടോ. ഇത് അവൾക്കുള്ളതാണ്. ഇത് ഞാൻ അവൾക്കുള്ളതാണ്. ഇത് ആലിയക്കുള്ള കേട്ടോ. ഇതിലും സ്ക്രഞ്ചീസും പിന്നെ അങ്ങനത്തെ സിബറിൻ്റെ ഒരു പൗച്ചും പിന്നെ ചോക്ലേറ്റും കമ്മലൊക്കെയാണ്. ഇത് ബിന്നിക്കുള്ളതാണ്. ചെറിയ ഗിഫ്റ്റോ വലിയ ഗിഫ്റ്റോ എന്തായാലും അത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാവും കേട്ടോ കിട്ടുന്ന ഒരു വ്യക്തിക്കും. അപ്പം ഞാൻ വെച്ചു നന്നായിട്ട് ഇത് പാക്ക് ചെയ്യാം. 3 ബോക്സ് ആക്കിയിട്ട് പാക്ക് ചെയ്യണം. പിന്നെ ആ കളറിന് ഞാൻ ഒരു ചെറിയൊരു ബോക്സ് കിട്ടി. എനിക്ക് ഇതൊക്കെ പാക്ക് ചെയ്യണ ഇടയിൽ എനിക്ക് ചെറിയൊരു വൈറ്റ് ബോക്സ് കിട്ടി. അപ്പോൾ ഞാൻ ആ കളറ് അതിനുള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
3.5 കൊല്ലം ഞാൻ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് അത്രയും വർഷത്തിലുള്ള സാധനങ്ങളാണ് ഇത് മൊത്തം. ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം സാധനങ്ങൾ എനിക്ക്. ഗിഫ്റ്റ് റാപ്പിംഗ് ഷീറ്റും പിന്നെ പാക്കിങ്ങിന്റെ കവറും പിന്നെ ഇത് ഞാൻ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാട്ടെ ഈ ഒരു സംഭവം. അതും എല്ലാം ഉണ്ട്. പാക്കിങ്ങിന്റെ ഇതൊക്കെ കേട്ടോ അതൊക്കെ. പിന്നെ ബാക്കിയുള്ളൊക്കെ ഇതാ നമ്മുടെ ബോക്സുകൾ, പാക്കിംഗ് ബോക്സുകൾ, അത് ഓർഗനൈസറുകളാട്ടോ. അതെല്ലാം അതിലിപ്പോൾ 3 ഓർഗനൈസറുകളുണ്ട്. അതെല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനുള്ളൂ. പിന്നെ ഇതിന്റെ ട്രൈപോഡും കാര്യങ്ങളും അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡേ 1 വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഇത് ഡേ 2 വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്നലെയാണ് ശരിക്കും വെക്കേറ്റ് ചെയ്ത് പോകേണ്ട ദിവസം. പക്ഷെ ഞാൻ ഇന്നും കൂടി ഇവിടെ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ഇന്നലെ നിവുവിനെയും ആലുവിനെയും ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഒരു ദിവസം കൂടി നിൽക്കട, ഇന്നുകൂടി നിന്നിട്ട് നാളെ പോവാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് 16-ാം തീയതിയാണ്. അപ്പോൾ ഇന്നും ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് നാളെയാണ് പോവുള്ളൂ കേട്ടോ അവിടുന്ന് ഹോസ്റ്റലിൽ. അപ്പോൾ ഓൾമോസ്റ്റ് അവർ വരുന്നതിന് മുന്നേ എൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. കാരണം അവരുടെ ബെഡിലൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ സിബർ ബാഗിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഫുൾ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഇപ്പം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. നീവു എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ആലിയാണ്. ആലിയ മേക്കപ്പിലാണ്. അപ്പോൾ 2 പേരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ പോകുന്നതിനുള്ള സങ്കടമുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഇതുവരെ അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് നെസ്റ്റോ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. കാരണം നാളെ ഞാൻ പോവാണല്ലോ. അപ്പോൾ നമ്മൾ നെസ്റ്റോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് 3 പേരും കൂടെ. ഇവിടെ നിന്നോ, നമുക്ക് വീഡിയോ എടുക്കാം. ഉമ്മതാ അങ്ങനെ ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നെസ്റ്റോട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ലിഫ്റ്റിൽ നമ്മൾ കയറി വന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആലുവിന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ സെലക്ഷനിലാണ് ഞാനും നിവുമൊക്കെ. അപ്പോൾ ഇതാ അവൾ ഈ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ നോക്കിയിട്ട് ഇതാ ഈ ഒരു ചെരുപ്പാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിവു അവിടെ. കണ്ണു മൂടി വെക്കില്ലേ? പക്ഷെ നല്ല രസമുണ്ട്. കൂടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച്, നെസ്റ്റോ നട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ള നേരമായി. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ്. അപ്പോൾ 2 പേരോടും പുറത്ത് പോയിട്ട് ഗ്ലാസ് കഴുകിയിട്ട് വരാൻ പറഞ്ഞിട്ടോ. പായസം കൊണ്ടുവന്ന് തന്നെ പുറത്തുനിന്ന്. അപ്പോൾ നമുക്ക് കുടിക്കാണ്ട് ഗ്ലാസ്സൊക്കെ കഴുകിയിട്ട് വരികയാണ് ഇപ്പോൾ 2 ആളും. എന്താ ഞാൻ പറയുമ്പോ ഓപ്പൺ ചെയ്താൽ മതി. ഇതെന്താ വെച്ച് കയ്യില് നീവിടെ നീവോ പിടിക്ക്. നീ വാ, 2 ആള് വാ വാ. എങ്ങടെ വരണ്ടേ? എവിടെയെങ്കിലും ഒന്ന് പൊട്ടിച്ചോ, ഓപ്പൺ ചെയ്തോ. അന്തം വിട്ട് നിൽക്കുന്നു 2 ആളും. ഇതാണ് അതിനോട് ചോദിച്ച വലിയ കമ്പനിയോട്ടില്. താങ്ക് യു, വെൽക്കം. ഇതാണ് നിവു പറഞ്ഞത്. ഓ താങ്ക് യു കുട്ടാപ്പു. അത് ഉണ്ണിക്ക് കൊടുക്കേ. നിവു ട്ടാ ഉണ്ണിനോട് പറയണേ ഞാൻ തന്നതാന്ന്.
ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നോക്കിയപ്പോൾ നിവു ഭയങ്കര ഇമോഷനായി, ഞാനും ഒപ്പം ഇമോഷനായി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ്. നിവു ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ പറയാം, നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട് ആയിട്ടാണ് നീ എനിക്ക്. അതുപോലെ തന്നെ ആലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പലർക്കും ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു നിങ്ങൾ രണ്ടുപേരായിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു മൊമെന്റ്. വലിയ സംഭവമൊന്നുമല്ല, നീ എന്നോട് നാളെ പറഞ്ഞൊരു സംഭവം ചെറുതാ. ഓൾറെഡി ഞാൻ വീഡിയോ പറഞ്ഞതാ. നിനക്ക് കളർ ബുക്ക് വാങ്ങി തന്നില്ലേ? കളർ വാങ്ങി തന്നില്ലല്ലോ ഞാന്. നിന്റെ കുട്ടൻ കളർ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത കേട്ടാ. ചേച്ചി കുട്ടിക്ക് ഇങ്ങോട്ട് എപ്പോ പോയി വാങ്ങി? ഞാൻ നിങ്ങളെ നെട്ടിക്ക് നോക്കിയപ്പോ നിങ്ങളെ നെട്ടിക്കില്ല. ഇത് നെസ്റ്റോന്ന് കണ്ട് ഇതവിടുന്ന് കണ്ടതല്ലേ? അയ്യോ, കൈയൊക്കെ വേറിക്കുന്നു. ഇതെന്നെ പോയി നോക്കിയത് രണ്ട് പാവക്കുട്ടി. താങ്ക് യുടാ. ഞാൻ ഇറങ്ങുമ്പോ ബാഗിന്റെ കാര്യം പറഞ്ഞില്ലേ നിന്നോട്? ഞാനപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയിട്ട് ഇത്രയും എക്സൈറ്റഡ് ആവാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ നെസ്റ്റോയിൽ പോണതിന് മുന്നേ ഞാൻ നിവുവിനോട് പറഞ്ഞേട്ടാ നല്ലൊരു ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആവൂലേ, നല്ല ഭംഗി ഉണ്ടാവും സ്റ്റൈൽ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അവളോട്. പിന്നെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയപ്പോൾ ഡോളുടെ സെക്ഷനിൽ എപ്പോഴും പോകട്ടാ. ഞാൻ ഇനി സാധനങ്ങളൊന്നും വാങ്ങാനില്ലെങ്കിൽ പോലും ഡോളുടെ സെക്ഷനിലൊക്കെ പോയി ഇറങ്ങിയിട്ടേ വരിക. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സെയിം 2 പാവനെ അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതെനിക്ക് അച്ഛന് വാങ്ങി തന്ന നല്ല ഭംഗിയുള്ള പാവക്കുട്ടികളല്ലേ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റ്മെന്റ് ആയത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ടു നൈസ് ടു മീറ്റ് യു. ഇതെനിക്ക് നിവു തന്ന ഗിഫ്റ്റ് ആട്ടാ. ആ പാവ എടുക്കുന്നേ. പാവ ആലിയുടെ പാവ. ഇത് രണ്ടും നിവു തന്നതാണ്. ഇത് ആലു. പിന്നെ എന്താ വെച്ചാ നിങ്ങൾ രണ്ടാളെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. ലീനു കൂൾ ഡൗൺ. ഞാൻ കരയില്ല കേട്ടോ. ഞാൻ ഒരു വ്ളോഗ് എടുത്തിരുന്നു. ചിരി വേണ്ടി കാച്ചു താങ്ക് യു സോ മച്ച്. പിന്നെ എപ്പോഴും കോണ്ടാക്ട് ഒക്കെ ചെയ്യാം, മെസ്സേജ് അയക്കാം. നിങ്ങൾ രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എപ്പോഴും. പിന്നെന്താ, ഞങ്ങൾ 3 ഭയങ്കര കുറച്ച് ഇമോഷണലായി. പിന്നെ എനിക്ക് ഹാപ്പി മൊമെന്റ് തന്നതിന് രണ്ടാക്കും താങ്ക് യു. അപ്പോ ഓക്കെ, ടാറ്റാ. ശേഷം കാലിക്കറ്റ്. അതെ, സൈനിങ് ഓഫ്. ബൈ. ഞങ്ങൾ രണ്ടുപേരും ഉമ്മതാ ഉമ്മതാ ഇതാണ് ഉമ്മ. ഇനി എവിടെ പരിപാടി അവതരിപ്പിച്ചാ ഇതങ്ങോട്ട് വന്നേ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ വെക്കേറ്റ് ചെയ്ത് നേരെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നല്ലൊരു കുറേ വർഷങ്ങൾ എനിക്ക് തൃശ്ശൂർ നിൽക്കാൻ പറ്റി നല്ല നല്ല കുറേ ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.